കാലത്തെ അതിജീവിച്ച സ്വരമാധുരി കൊണ്ട് സംഗീതാസ്വാദകരെ അത്ഭുതപ്പെടുത്തിയ ഗായകനാണ് കെ.ജെ. യേശുദാസ്. യേശുദാസിന്റെ ശബ്ദത്തിന് ആരാധകർ ഏറെയാണ്. അന്നും ഇന്നും യേശുദാസിന് പകരം മറ്റൊരാളെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് കാണാൻ ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല. തന്റെ കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴും വിജയങ്ങൾക്കൊപ്പം വിവാദങ്ങളും യേശുദാസിനെ തേടി വന്നിട്ടുണ്ട്. മുൻകോപം യേശുദാസിന് പലപ്പോഴും വിനയായിട്ടുമുണ്ട്. ഇപ്പോഴിതാ സംഗീത സംവിധായകൻ ജെറി അമൽദേവ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് നടത്തിയ ഒരു പ്രതികരണമാണ് ശ്രദ്ധ നേടുന്നത്. അദ്ദേഹം യേശുദാസുമായുണ്ടായ ഒരു പ്രശ്നത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ്. മാമാട്ടിക്കുട്ടി എന്ന സിനിമയുടെ സമയത്ത് യേശുദാസിനുണ്ടായ ഒരു തെറ്റിദ്ധാരണയെക്കുറിച്ചാണ് ജെറി അമൽദേവ് പറയുന്നത്. പി ഭാസ്കരൻ മാസ്റ്ററുടെ മരുമകനായ ശശികുമാർ അന്ന് ഹിന്ദു പത്രത്തിൽ വർക്ക് ചെയ്യുകയാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസായ ഉടനെ അദ്ദേഹം എന്നെ ഇന്റർവ്യൂ ചെയ്തു. ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. രാജാക്കന്മാരുടെ കഥ പറയുന്ന പാട്ടുകളൊക്കെ നല്ല വീരരസപ്രധാനമായ പാട്ടുകളാണെന്ന് അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാരുടെ കഥ പറയാൻ തുടങ്ങിയപ്പോൾ വീരരസം മാറി എല്ലാം ഒരു റൊമാൻറ്റിക് ടച്ചിലേക്ക് വന്നു. റൊമാൻറ്റിക് ഗാനങ്ങൾ പാടുമ്പോൾ അതിനകത്ത് കുറച്ച് സ്ത്രൈണത ഇല്ലേ എന്നും ശശികുമാർ ചോദിച്ചു. റൊമാൻറ്റിസത്തിന്റെ ഡെഫിഷ്യനിൽ സ്ത്രൈണത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ യേശുദാസ്, മുകേഷ് എന്നിവരൊക്കെ പാടുമ്പോൾ അവരുടെ ശബ്ദത്തിലും ചെറുതായി സ്ത്രൈണതയില്ലേ എന്ന് അദ്ദേഹം. തീർച്ചയായും എന്ന് ഞാനും. ജെറി ദാസേട്ടന് പെണ്ണുങ്ങളുടെ സ്വരമാണെന്ന് പറഞ്ഞു എന്നായി. ഇത് യേശുദാസ് കേട്ട് വിശ്വസിച്ചു. മാമാട്ടിക്കുട്ടി എടുക്കുമ്പോൾ പാടാനായി നവോദയ അപ്പച്ചൻ യേശുദാസിനെ വിളിച്ചു. ജെറിയാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ സാറിന്റെ കാൽ കഴുകി വെള്ളം കുടിക്കാം, പക്ഷെ ഞാൻ പാടില്ല, എനിക്ക് പെണ്ണുങ്ങളുടെ ശബ്ദമാണെന്ന് ജെറി പറഞ്ഞെന്ന് യേശുദാസ്. അടുത്തയാഴ്ച വീണ്ടും വിളിച്ചപ്പോൾ യേശുദാസ് നവോദയ അപ്പച്ചന് മുന്നിൽ ഒരു നിബന്ധന വച്ചുവെന്നും ജെറി തുറന്നു പറഞ്ഞു. ക്ഷമാപണം എഴുതി ഒപ്പിട്ടാൽ പാട്ടുപാടാമെന്ന് യേശുദാസ്. ഒരു ബ്ലാങ്ക് ഷീറ്റിൽ ഒപ്പിട്ട് തന്നേക്കാം, എന്തെങ്കിലും എഴുതിക്കോ എന്ന് ഞാൻ പറഞ്ഞു. അത് നവോദയ അപ്പച്ചൻ അംഗീകരിച്ചു. ജെറി മാപ്പ് പറഞ്ഞതായി ഇന്ത്യൻ എക്സ്പ്രസിൽ ചെറിയൊരു വാർത്ത വന്നു. ഞാനത് കണ്ടിട്ടില്ല. ആ പ്രശ്നം അവസാനിച്ചതാണ്. ആളുകൾ ഇപ്പോഴും അത് തലയിൽ വെച്ച് നടക്കുകയാണെന്നും ജെറി അമൽദേവ് വ്യക്തമാക്കി. യേശുദാസിനുള്ള ഏറ്റവും നല്ല ഗുണം ആ ശബ്ദത്തിന്റെ പ്രത്യേകതയാണെന്നും ജെറി അമൽദേവ് അഭിപ്രായപ്പെട്ടു. പിന്നീട് നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം ആക്ഷൻ ഹീറോ ബിജുവിലാണ് ഞാനൊരു പാട്ട് ചെയ്യുന്നത്. അതുവരെ എന്നെ ആരും സിനിമയിലേക്ക് വിളിച്ചില്ല എന്നതാണ് സത്യം. യേശുദാസുമായുള്ള പ്രശ്നത്തിന് ശേഷം നിർമ്മാതാക്കൾ ചിന്തിച്ചിട്ടുണ്ടാവും ഞാനുമായി അകന്നു നിൽക്കുന്നതാണ് സുരക്ഷിതമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ ആക്ഷൻ ഹീറോ ബിജുവിൽ തനിക്ക് വേണ്ടി പാടിയത് യേശുദാസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. പൂക്കൾ പനിനീർ പൂക്കൾ എന്ന ഗാനമാണത്. എന്റെ കാലഘട്ടത്തിൽ പുതിയ പാട്ടുകാരെ കൊണ്ടുവരുന്ന സാധ്യതയില്ലായിരുന്നു. യേശുദാസ് അല്ലാതെ വേറെ പാട്ടുകാരില്ല എന്ന മുൻധാരണ മലയാളികൾക്ക് ഇപ്പോഴുമുണ്ട്. അതിൽ കയറി നമ്മൾ കൈയിട്ട് വാരിയിട്ട് കാര്യമില്ല. ഒഴുക്കിനനുസരിച്ച് പോകുന്നതാണ് നല്ലത്. നല്ല ഗായകൻ എന്നതിനപ്പുറം ഗോൾഡൻ വോയിസ് ആണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മളുടെ ശബ്ദം പോലെ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വരം മൈക്കിൽ കൂടി കയറി സ്പീക്കറിൽ വരുമ്പോൾ അതിനൊരു ക്വാളിറ്റി ഉണ്ടെന്നും ജെറി അമൽദേവ് വ്യക്തമാക്കി. കരിയറിൽ നിന്ന് ഇടവേള എടുത്തതല്ല, ആരും തന്നെ വിളിച്ചില്ലെന്നതാണ് യാഥാർത്ഥ്യമെന്നും ജെറി അമൽദേവ് പറയുന്നു.